റമദാൻ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 11 മാസക്കാലം നമ്മൾ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കഴിച്ചു, നമ്മൾ അമിതമായ കലോറികൾ നമ്മൾ കൺസ്യൂം ചെയ്തു. ഇതിനൊക്കെ ശേഷം നമ്മൾ ഒരു മാസക്കാലം നമുക്കൊരു ബ്രേക്ക് തരികയാണ്. അവിടെ ഒരു മെറ്റബോളിക് ഷിഫ്റ്റ് തന്നെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജനിലേക്കും ഗ്ലൈക്കോജനിൽ നിന്ന് കൊളസ്ട്രോളിലേക്കും മാറിക്കൊണ്ടിരുന്ന ആ ഒരു പ്രക്രിയ നേരെ ഓപ്പോസിറ്റ് രീതിയിലേക്ക് മാറുകയാണ്. നമുക്കറിയാം, രാവിലെ നമ്മൾ ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു 6 മണിക്കൂറോളം സമയം നമ്മൾ ഫസ്റ്റ് 6 മണിക്കൂർ നോമ്പിന്റെ ഫസ്റ്റ് ഉള്ള 6 മണിക്കൂർ സമയം നമ്മുടെ ശരീരത്തിലുള്ള ഏകദേശം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം കൺസ്യൂം ചെയ്ത് കഴിയും. നമ്മുടെ ശരീരത്തിൽ പിന്നെ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കുറവായിരിക്കും, ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. അതിനുശേഷമുള്ള ഹവേഴ്സിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഗ്ലൈക്കോജൻ ഉള്ളതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചു. ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുകയും ഈ ഗ്ലൈക്കോജനും കൂടി നമ്മുടെ എനർജിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകൾ ഉണ്ടാകും, കൊളസ്ട്രോളുകൾ ഉണ്ടാകും. ഇതിനെ കീറ്റോൺ ബോഡികളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയും അതും ഒരു എനർജിയുടെ സോഴ്സ് ആക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കുന്ന ഒരു അത്രയും ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മിക്ക രോഗങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചു, കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലായി 75% ആളുകൾ മരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ ഈ രോഗങ്ങൾ ആ രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ശരിക്കും ഫാസ്റ്റിംഗ് കടന്നു പോകുന്നത്.